വലിയൊരു മീറ്റപ്പ് നടന്നുകൊണ്ടിരിക്കണേ. ഇവിടെ നമുക്ക് വേണ്ട 3 കാറുകളുണ്ട്. യെസ്, അത് 3 കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയോടാണ് നമുക്ക് ലിസ്റ്റ് ചെയ്തതാണ്. ഒരു നമ്പർ പറക്കണ കാറാണ് സിനിമ പറയണേ. സോ നമുക്കത് പോയി എടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. നോർമലി ചുമ്മാ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസുണ്ട്. സോ എനിക്കോട് നമുക്ക് കുറച്ച് ഷെഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ പോവാം. ഓക്കെ, സോ അവിടെ കൈ വെച്ച് പോയി കഴിഞ്ഞാൽ നല്ല ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവിടെ ഫുൾ മാഫിയ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. സോ നമ്മള് ഇവിടെ വന്നിട്ട് കുറച്ച് ഗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ കണ്ടെടുത്ത് വെടിയേക്കുള്ളൂ. അതാണ് വേറൊരു കാര്യം. നേരെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കൊല്ലാൻ പറ്റണ കണ്ട് എന്തെങ്കിലും ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതെ, കണ്ടെടുക്കുന്നീ. താങ്ക് യു മാൻ. ഓക്കെ, അപ്പൊ കാണാം. ചെറിയൊരു പണിയുണ്ട് നമുക്ക്. ഓൾമോസ്റ്റ് എല്ലാ കണ്ടും ഞങ്ങൾ വാങ്ങി. കാരണം നമുക്ക് അതിലൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പൈസ പോയാ പോട്ടെ. കാരണം ആ കിട്ടാൻ പോണ വണ്ടികള് കുറച്ച് വേറെ ലെവലാന്ന് പറയണം. അങ്ങനെ ഈ ഗണ്ണം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെയാണ് പരിപാടി നടക്കണത്. ഇവര് ഇത്രയും സെറ്റപ്പ് ആക്കുന്ന എനിക്ക് അറിയില്ല. ഇത് കണ്ടത് നിങ്ങള്, ഇതെന്തിനോ വലിയ മറ്റേ റോഡാണ്, വിമാനൊക്കെ പറഞ്ഞാലേ. സോ ഇത് നമുക്കൊരു ചാൻസ് ആണ് ആ വണ്ടി എടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയല്ല. ഓക്കെ, വണ്ടി എടുക്കലാണ് നെക്സ്റ്റ് പരിപാടി. എന്തൊരു സംഭവം ചെയ്യില്ലേ ഒരു മിനിറ്റ്. സോ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു വണ്ടി നമുക്ക് ഈ പുല്ലിന്റെ ഇടയിൽ കഴിക്കാതെ. കാരണം നേരം എന്തായാലും നമ്മൾ കയറ്റാൻ പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ സ്കൂബ ഡൈവിംഗ് സെറ്റപ്പ് ഒക്കെ എടുക്കട്ടെ. പോടാ നമ്മളോട് നീന്തി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാൻ നല്ല എന്തൊരു സെറ്റപ്പ്. ഓ മൈ ഗോഡ്, എന്താ ചുമ്മാ കപ്പല കടിയിൽ നല്ല പ്രശ്നമുള്ള ഏരിയയാണ്. മാഫിയാണ്. നമുക്ക് ഇതിന്റെ പുല്ലിന്റെ ഇടയിലൊക്കെ നമ്മൾ കാണില്ല. ഇവർ ചുമ്മാ ഭംഗിക്ക് കപ്പലൊക്കെ എടുത്ത് വെച്ചാണ്. എന്റെ എനിക്കറിയില്ല അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മളെങ്ങനെ ഇവിടെ എത്തും? എനിക്ക് അതിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ എങ്ങനെ വരാൻ പറ്റും? എന്റെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ കുറെ വണ്ടികളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട വണ്ടി എവിടെയാണ്? എനിക്ക് ഇവിടുന്ന് എന്തായാലും കാണാനില്ല. ഓക്കെ, ഒരു കേട്ടോ, നമുക്ക് ആവശ്യം വരും എന്തായാലും. നമ്മുടെ ബൈക്ക് എവിടെയായിരുന്നു? ഓക്കെ, ഇതിന്റെ ഇടയിൽ. ഇനി അഭിനയം തുടങ്ങാം അല്ലേ? നമുക്ക് ഇങ്ങനെ കേറി പോകാൻ പറ്റും? എനിക്കറിയില്ല കേട്ടോ. ഇത് ഓ ഗണ്ണുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, ഞാനങ്ങനെ മറ്റേ മാഫിയ പാർട്ടി ഉള്ള സ്ഥലല്ലേ ഇത്? അത് പാർട്ടിക്ക് വന്നിരുന്നു മാഫിയാണ്. ഞാനൊരു മെയിൻ ഞാൻ മാഫിയയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചുമ്മാ അല്ല കെട്ടല്ലേ. ഓക്കെ, അപ്പൊ പണി മാറി. വരാൻ പറ്റില്ല. ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. പോവാണ്, പ്രശ്നമില്ല. അതെ, ബൈ. അത് ഭയങ്കര സുഖങ്ങളുടെ ജോണ്. നമുക്ക് സെക്യൂരിറ്റിയുടെ വേഷമായിട്ട് വന്നാലോ? ഓക്കെ, എല്ലാം സെറ്റായി. താങ്ക് യു, ബൈ. നമ്മള് ഇവിടുത്തെ സെക്യൂരിറ്റി വരുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊരു മാസ്കും കൂടി വഴിയുണ്ട്. ഇനിയിപ്പോ ആർക്കും നമ്മളെ കണ്ടാൽ മനസ്സിലാവില്ല. അതിന് നമുക്ക് കൂടെ വന്നു. ഇനി ഇവിടുന്ന് നമ്മള് ഒന്നുമില്ല. ഓക്കെ, നേരെ നമ്മള് പോവാണ്. പുറകുന്ന് വിളിക്കുന്നു വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. എടാ വിളിക്കില്ലടാ നമ്മളെ. പുറകുന്ന് വിളിക്കില്ല നമ്മളെ. ഓക്കെ, ഇതാണ് വണ്ടി കൊണ്ടുവരാനുള്ള സ്ഥലം. യെസ്. ഹായ് സാർ, എല്ലാവരും ഓക്കെ അല്ലേ? നമ്മളെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഓക്കെ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വഴി വേണം അടിയിൽ പോവാൻ. ഇവിടെ സെക്യൂരിറ്റി ഇവിടെ പോട്ട് ചെയ്യാലോ. ചെറിയൊരു ലൈറ്റ്, ചെറിയൊരു മാസ്ക് അല്ല മാസ്ക് അങ്ങനെ ഇത് വാങ്ങാൻ, പനീറെ ഗുളിക വാങ്ങാൻ അങ്ങനെ പോകണം. ഓക്കെ സാർ. ഓക്കെ, നമ്മൾ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങിയേക്കണം. ഇവിടെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലെത്തി. മുകളിൽ വെള്ളം. എല്ലാം റെഡിയല്ലേ? എല്ലാവരും ഓക്കെയാണ് സാർ? ഓക്കെ, നൈസ്. എന്റെ ഇവിടെ എല്ലാ പരിപാടിയിലുണ്ട്. ചെക്ക് ചെയ്യണം. എല്ലാ കള്ളന്മാരൊന്നല്ലേ? എല്ലാം ശ്രദ്ധിക്കണം. പൈസ കൊടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്യാ? എടാ ആനക്കൊമ്പ പൈസ. ഓക്കെ, വണ്ടിയിലാണ് നമ്മളെ പൈസ ഇരിക്കണേ. വണ്ടി
നമുക്കറിയില്ല പൈസ ഇവിടെ അൺലിമിറ്റഡ് പൈസ കിട്ടാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തവരെ ഓക്കെ. ഞാൻ എന്തായാലും ഒരു കണ്ണെടുത്ത് കൈ പിടിച്ചിട്ട് ചിലപ്പോ ആവശ്യം വന്നാലോ മനസ്സിലായില്ലേ? നമുക്ക് കണ്ണ് കൈ പിടിച്ച് നടക്കാല്ലേ, കാരണം നമ്മള് ഇതിന്റെ ആളാണല്ലോ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോവാം. നമ്മളിപ്പോ ഇവിടെയാണ് എത്തിക്കണേ. അവിടെയാണ് ആ ഒരു റോഡ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ മുകളിലൊക്കെ വെള്ളടെ. നമ്മൾ സത്യം പറഞ്ഞ വെള്ളത്തിന്റെ ആ ടീലാണ് നിൽക്കുന്നത്. ഇഷ്ടം പോലെ പൈസയാണ്. നമ്മുടെ വണ്ടികള് കിടക്കണം അവിടെയാണ്. ഇവിടെ ഒരു വഴി ഓളി. ഇവിടെ എങ്ങനെയാണ് ഇത്രയും സെറ്റപ്പ്? എനിക്ക് ഒരു വർഷം നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തവർ അറിയും. അപ്പൊ ഇവിടെ നിന്ന് സെക്യൂരിറ്റിനെ കാണാനില്ല. സെക്യൂരിറ്റി ഉണ്ടല്ലേ, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി ഇവിടുന്ന് നമുക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ചാടിക്കാൻ നോക്കിയാലും എനിക്കറിയില്ല എങ്ങനെയാ വണ്ടി എടുക്കാന്ന്. ഈ വണ്ടി നോക്കി. ഇതെനിക്ക് മാഫിയാളായാലും മാത്രമല്ല ഈ വണ്ടി. ഇത് ഇല്ലാത്തൊരു വണ്ടിയാ ഈ വണ്ടി. നോക്ക് നിങ്ങള്, ഈ വണ്ടി. വാവ്, കാണാൻ ഇവിടെ ഒരു വണ്ടി കൂടി ഉണ്ട്. മാസ്റ്റയുടെ ഒരു വണ്ടി. ലോക്കാണോ? തുറക്ക്. ഞാനിത് ലോക്കാണ്. എനിക്കോട് നമ്മൾ കീ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ നോക്കിയാലോ നമുക്ക് ധൈര്യം വന്നാലോ കുറച്ച് പൈസ പൈസ നോക്ക് നിങ്ങള്. എഞ്ചലി ഇവിടെ ചുമ്മാ നിന്നാ മതി. ഇനിയാണ് പണി. ഇങ്ങനെ തോന്നാൻ പറ്റിയ വേണ്ടി ഇത് മുകളിൽ തട്ടുണ്ട്. ഞാൻ ഈ വഴി സാധനം ഇറക്കി. പക്ഷെ എനിക്കറിയില്ല നമ്മൾ പെടു. നമുക്ക് ഇവിടെ ചുമ്മാ ഓടിച്ചോ കാര്യങ്ങൾ നമ്മളെന്തെങ്കിലും ചെയ്യുമോന്ന് അറിയാം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അല്ല സാർ, ഞാൻ ഇവിടെ ഓടിക്കാൻ ലേശായിട്ട് പോയാലോ? ഇവിടെ ഓക്കെ, നമുക്ക് അതെന്താണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ അവര് വേണ്ടി വെച്ചേ. ഓനോ ഓക്കെ, നമുക്ക് ഇവിടുത്തെ വേഗം എടുത്തു പോ. ഇതായി എറളാട്ടം പോണി സാധനം. പക്ഷെ ഇതെങ്ങനെ പൊക്കതിന്റെ കണ്ടോളൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓനോ ഫസ്റ്റ് വണ്ടി നമ്മൾ എടുത്തു. പക്ഷെ ഇനി വണ്ടി എടുക്കാൻ പോയ പണി വിട്ടോ എനിക്ക് അറിയില്ല. ഈ വണ്ടി നമ്മൾ എടുത്തത് ഇതെങ്ങനെയാണ് പൊക്ക വണ്ടി. ഞാൻ എന്താ സ്വിച്ച് ഞെക്കി. ഇവിടെ നമ്മൾ പറന്നു പോയിട്ടിരിക്കുക. ഹലോ ഹലോ ഓക്കെ. ലിറ്ററലി നമ്മൾ പറന്നു. എനിക്ക് എന്റെ കൺട്രോൾ പോയി വണ്ടി അടിയിൽ വന്ന് വീണു. കണ്ടോ? നമ്മൾ നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണ് മോഷിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിങ്ങനെ കറക്കൂ. ഓക്കെ, ഇത് കടന്നു കേട്ടാ രക്ഷപ്പെട്ടു. ഇതിങ്ങനെ എയറിൽ കൊണ്ടിരിക്കണേ. സൂപ്പർ പവർ കാറാണ് നമുക്ക് കിട്ടിയണേ. ഓക്കെ, അവിടെ ഒരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ വണ്ടി എനിക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. നമ്മൾ എന്തായാലും വെടിയേക്കേണ്ടി വരും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോണത് നമ്മളിവിടെ എത്തിയിട്ട് തന്നെയാളി ഇവിടുന്ന് വീട് കഴിഞ്ഞാൽ പണിയാണ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. അതായത് എന്താറിയോ, ഇവിടെ ആരും കാണാണ്ട് വരണം. ഇവിടെ വെള്ളച്ചാട്ടാ. നമുക്ക് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും. അവിടെ ആൾക്കാരുണ്ട്, കുറെ പോലീസുകാരുണ്ടായിരുന്നു അവിടെ. കുറച്ചു നേരം ശ്വാസം കിട്ടുള്ളൂ. അതിന് ഇവിടുന്ന് പെട്ടെന്ന് വെള്ളത്തിൽ ചാടണം. ഞാൻ പറയണ വഴി നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ ഒരു സംഭവം എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു വഴി ഓപ്പൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? കണ്ടെടുത്ത് ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ ഉറപ്പായിട്ട് ആൾക്കാരുണ്ട്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ചാവട ചാവട ചാവട. ഇനിയാളുണ്ട ഇനിയാളുണ്ട. വട വട വട. എഞ്ചോളിയോട് ഇവിടെ മുകളിൽ സെക്യൂരിറ്റി ഉണ്ട്. ഇവരെ കുറെ പേരെ കൊന്നിറങ്ങി. ഇതിന്റെ മുകളിൽ ആൾക്കാരുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ വണ്ടി കൊണ്ട് പോവാം. പക്ഷെ പ്രശ്നമാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വരാനക്കാൻ പറ്റും. നോക്കിയാലോ പോടാ. എല്ലാത്തിനും കൊല്ലുവാ. ചാവട കേക്ക് ചാവട ചാവട ചാവ് 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 ഞങ്ങൾക്ക് ചാവ്. നീണ്ടാവട നീ ഇവിടെ ഇരിക്കണ്ട. ഓ ഇവിടെ വന്നാ അലക്കി വരാടാ. അതിന്റെ മുകളിലും ആൾക്കാരുടെ ആഗ്രഹം കൂടി തട്ടി കഴിഞ്ഞാൽ ഇവന്മാരെ തട്ടി കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പോവാ. ഡയലോഗർ വരുന്നത് നീ വാ. ചാവട കേക്ക്
വരും. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി അൺലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി കൂടെ വണ്ടി എടുത്ത് പോവാം. ഇത് കുറച്ചധികം ടഫായിരുന്നു കേട്ടോ. കാരണം ആദ്യം നമ്മൾ വണ്ടി എടുത്തപ്പോ പെട്ടത് ഞാൻ ഇതൊന്നും തന്നെ പ്ലാൻ ചെയ്ത നടന്നില്ല. ഈ വണ്ടി എന്റെ ഇത് മാസ്റ്ററാണ് ചെയ്യാൻ. എന്റെ ഇത് വണ്ടിയില് ഒരു മാസ്റ്റർ ചെയ്ത് വണ്ടി നോക്ക്. ഒരു ഫൈനലി നമ്മളിവിടെ ചെയ്യലോ. അതിലും കുറെ വെടിയൊക്കെ കൊണ്ടുവച്ചാലും കുഴപ്പമില്ല. 5 വണ്ടി വേറെ ലെവൽ വണ്ടികൾ. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പറക്കും ചാടി. ഇതായിരുന്നു ഈ ഒരു വീഡിയോ. നിങ്ങൾ കുറെ വീഡിയോ ഒന്ന് കിട്ടിയപ്പോ നമുക്ക് സീരിങ് വേണമെന്ന് പോയ പോലെ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത എല്ലാവരും ബൈ, ടേക്ക് കെയർ.